ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒരു ജാങ്കോ പ്രോജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക. ഫസ്റ്റ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെടുത്തതിന് ശേഷം നമ്മൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുള്ള കമാൻഡാണ് പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ. ഇതിപ്പോൾ കുറച്ച് ടൈം എടുക്കും. എൻ്റെ സിസ്റ്റത്തിൽ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആയതാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു കമാൻഡ് ഉണ്ട്, ജാങ്കോ -admin സ്പേസ് സ്റ്റാർട്ട് പ്രോജക്റ്റ് സ്പേസ് പ്രോജക്റ്റിന്റെ നെയിമാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ മൈ പ്രോജക്റ്റ് 1 എന്ന് ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്ക് ജാങ്കോ നമുക്ക് വേണ്ടിയിട്ട് പ്രോജക്റ്റും അതിനാവശ്യമായിട്ടുള്ള ഫയൽസും ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു ഫോൾഡർ ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ സി യൂസേഴ്സ് ഗൂഗിൾ എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിനകത്താണ് ഇത് ഉണ്ടായിരിക്കുക. ഓക്കെ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കാം. ഫയൽ എക്സ്പ്ലോറിൽ പോയതിനു ശേഷം സി, ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ ഫോൾഡറാണ്. സിയിൽ പോവുക, യൂസേഴ്സ്, അതിനകത്ത് ഗൂഗിൾ, ഇതിനകത്ത് മൈ പ്രോജക്റ്റ് 1 എന്ന് പറഞ്ഞൊരു ഫോൾഡർ എന്തായിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് manage.py എന്ന് പറയുന്ന ഒരു ഫയലും പിന്നെ മൈ പ്രോജക്റ്റിന്റെ ഒരു ഫോൾഡറും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ആ ഫോൾഡറിനകത്തുള്ള കണ്ടന്റുകൾ. അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ പ്രോജക്റ്റ് ആണ്. പ്രോജക്റ്റിനകത്ത് നമ്മൾ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പ്രോജക്റ്റിന്റെ ഫോൾഡറിനകത്തേക്ക് പോവുക. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് cd സ്പേസ് പ്രോജക്റ്റിന്റെ പേര്. നമ്മുടെ ഇവിടുത്തെ കേസിൽ പ്രോജക്റ്റിന്റെ പേര് മൈ പ്രോജക്റ്റ് 1 എന്നാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തേക്ക് പോകാനായിട്ട് പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിനൊരു കമാൻഡ് ഉണ്ട്, പൈത്തൺ സ്പേസ് manage.py സ്പേസ് സ്റ്റാർട്ട് ആപ്പ് സ്പേസ് മൈ ആപ്പ്. ഓക്കെ, അപ്പോൾ മൈ ആപ്പ് എന്ന് തന്നെ പേര് കൊടുക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ എന്ത് കൊടുക്കുന്നു, മൈ ആപ്പ് എന്ന് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ജാങ്കോ തന്നെ ആ ഒരു പ്രോജക്റ്റ് ഫയൽ, ആ പ്രോജക്റ്റ് 1-നകത്ത് ആ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്തതിനകത്ത് നോക്കി അറിയാൻ പറ്റും. മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് ഫയൽസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ആൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇതിനകത്തുണ്ട് വ്യൂസ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ കാണും. ഇതിനകത്ത് നമ്മൾ വ്യൂസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യം എന്താണോ അതാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ആക്ച്വലി ഒരു പാക്കേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. HTTP റെസ്പോൺസ് എന്നാണ് ആ പാക്കേജിന്റെ പേര്. അപ്പോൾ ആ ഒരു പാക്കേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്രീനിൽ എന്തെങ്കിലും കാര്യം എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അത് ഒരു ഇതിനകത്തുള്ള പാക്കേജ് ആണ്. അത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഫ്രം Django.http സ്പേസ് ഇമ്പോർട്ട് സ്പേസ് HTTP റെസ്പോൺസ് റെസ്പോൺസ്. ഓക്കെ, ഇത് ഇത്രയും കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊരു പേരും കൊടുക്കണം. അപ്പോൾ DF ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോമാറ്റ് ഇങ്ങനെയാണ്. ആദ്യം DF കൊടുക്കുക, സ്പേസ് ഇട്ടതിന് ശേഷം ഹോം, അതായത് ഒരു പേര് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് സ്ക്രീനിൽ കാണിക്കേണ്ട മെസ്സേജ്. അപ്പൊ ആദ്യം നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞൊരു കീ HTTP റെസ്പോൺസ് എന്നിവിടെ കൊടുക്കുക. ഫയല് സേവ് ചെയ്യുക. നമ്മൾ അത് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ ആപ്പിനെ ഇൻസ്റ്റാൾഡ് ആപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ബാക്ക് പോവുക, എന്നിട്ട് മൈ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ ഇവിടെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കണം. അപ്പം ഞാൻ മൈ ആപ്പ് എന്നാണ്, പ്രോജക്റ്റ് അല്ല സോറി, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് കൊടുക്കണം, ആപ്പിൻ്റെ പേര് കൊടുക്കണം. മൈ ആപ്പ് എന്നുള്ള പേരാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കൊടുക്കുക, ഒരു കോമ കൊടുക്കുക, സേവ്. ഓക്കെ, അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിനകത്ത് തന്നെ URLs എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലുണ്ട്. ഓക്കെ, അതിൻ്റെ താഴെ നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത വ്യൂ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു ഫയലിനകത്താണ് നമ്മുടെ കോൺഫിഗറേഷൻ, അതായത് പാത്ത്, എവിടെയൊക്കെയാണ് ഏതൊക്കെ ഫയൽ ഉള്ളതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്ക്രീനിൽ ഔട്ട്പുട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രം ആദ്യം നമ്മുടെ ആപ്പിൻ്റെ പേര് കൊടുക്കുക, മൈ ആപ്പ് ഡോട്ട്, നമ്മുടെ ഫയലിൻ്റെ പേര് വ്യൂസ് എന്നായിരുന്നു, അതുകൊണ്ട് വ്യൂസ് എന്ന് കൊടുത്തു, സ്പേസ് ഇമ്പോർട്ട്. ഇമ്പോർട്ടിനകത്ത് നമ്മുടെ ഫംഗ്ഷന്റെ പേരാണ്, നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷന്റെ പേര് ഹോം എന്നാണ്, അത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് അതിൽ ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ URL പാറ്റേൺസ് ഈക്വൽ ടു, ആൾറെഡി അവിടെ ഒരു പാത്ത് ഉണ്ടാവും, അത് അഡ്മിൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് പാത്ത് ഒന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വെറുതെ 2 ഡബിൾ കോട്ട്സ് ഇങ്ങനെ കൊടുക്കുക, കോമ കൊടുക്കുക, അതിനൊരു പേര് എന്ത് ചെയ്യുക കൊടുക്കുക. നമ്മുടെ ഇതിന്റെ കേസിൽ അതിന്റെ പേര് ഹോം എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്, അതുകൊണ്ട് ചെയ്യുന്ന കൊടുക്കുന്നു. ഓക്കെ, കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഇത് നമ്മൾ അവിടെ കൊടുത്ത പേര് തന്നെ കൊടുക്കണം കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മാപ്പ് ആവത്തില്ല. ഇവിടുത്തെ ഇമ്പോർട്ട് ഹോം ചെയ്യുമ്പോഴും അതേപോലെ ഇവിടെയും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോജക്റ്റ് റൺ ചെയ്യാവുന്നതാണ്. പ്രോജക്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കമാൻഡ് പ്രോംപ്റ്റ് തന്നെ എടുക്കുക. ഇതിനകത്ത് പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പൈ സ്പേസ് റൺ സെർവർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് റൺ ചെയ്യുന്ന അതിൻ്റെ IP അഡ്രസ് എന്ന് പറയുന്നത്. ഇത് കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പേസ്റ്റ് ചെയ്താലും മതി. രണ്ട് രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുവാണ്. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, പേസ്റ്റ് ചെയ്യാനായിട്ട് പോവാം. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഹലോ വെൽക്കം ടു ജാങ്കോ എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ 2 നമ്പേഴ്സ് എങ്ങാനും ആഡ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വാരിയബിൾ കൊടുക്കുക. അപ്പോൾ A = 10, അതേപോലെ B = 20. 2 വാരിയബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത് C = A + B, രണ്ടും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സിയുടെ ഈ വാല്യൂ എന്ത് ചെയ്യണം, ഇവിടെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് F കൊടുക്കുക, ഡബിൾ കോട്ട്സ് കൊടുക്കുക. ഇതിനകത്ത് ഹലോ ജാങ്കോ സം ഈക്വൽ ടു, ഇതേപോലെ കേളി ബ്രാക്കറ്റ് കൊടുക്കുക, അതിനകത്ത് C കൊടുക്കുക. ഈ സംഭവം ഈ ഒരു ഫയൽ സേവ് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്ത് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഹലോ ജാങ്കോ സം ഈക്വൽ ടു 30 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ പൈത്തണിൽ വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഗ്രാംസും നമുക്ക് ഇതിനകത്ത് തന്നെ കോഡ് കൊടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ പൈത്തണിൽ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും ഇതിനകത്ത് കൊടുക്കാൻ പറ്റും.